ഈശോ മിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് സമാധാനം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം ഒരു ദിവസം നമുക്ക് തന്നതിനെ ഓർത്ത് നമുക്ക് ഒരുപാട് ദൈവത്തോട് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക. കർത്താവ് നീട്ടിയിരിക്കുന്ന കരത്തിൽ നമ്മൾ പിടിക്കുക. കർത്താവ് നമ്മളെ നയിച്ചു കൊള്ളും. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് എന്താകും എന്നോർത്ത് ടെൻഷൻ അടിച്ച് വേദനിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, വളരെയധികം സന്തോഷത്തോടും സമാധാനത്തോടും ആ വേദനകളിൽ പോലും നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യം ഞാൻ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരാണല്ലേ. അപ്പോൾ ഒത്തിരി ധ്യാനകേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ അനുഗ്രഹങ്ങൾ കിട്ടുന്ന വഴിയെ പോകാതെ, അവർ പറയുന്ന എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് അനുഗ്രഹം കിട്ടി, അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ച് കിട്ടി എന്ന് പറയുന്നതും മാത്രം നമ്മൾ കേൾക്കാൻ ചെവി കൊടുക്കാതെ, എങ്ങനെയാണ് അവരതിൽ ദൈവസ്നേഹം വർണ്ണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തെ കിട്ടിയിട്ടുണ്ടോ, അതെങ്ങനെയാണ് ദൈവത്തെ കിട്ടിയത്, അങ്ങനെ പറയുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് എടുത്ത് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ അനുഗ്രഹങ്ങളുടെ പുറകെ പോകരുത്. വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താണ്. പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആ കരം എന്തിനാണ് അമ്മ പിടിച്ചേക്കുന്നത്? ദൈവത്തിന് കൊടുക്കാനാണ് പിടിച്ചേക്കുന്നത്. നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളെ പൂർണ്ണമായും യേശുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്, ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ദൗത്യം. അതാദ്യം മനസ്സിലാക്കുക. എന്തിനും ഏതിനും, അതായത് നമ്മൾ പറയാറുണ്ട്, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ സഹനങ്ങൾ മാറാൻ വേണ്ടി മാത്രം നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ പോകുന്നതിനോട് ഒരു യോജിപ്പും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ദൈവത്തെ അറിയാത്ത ഒരാളാണെങ്കിൽ ശരി, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടും, ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി പിന്നെയും നമ്മൾ പോകുന്നത്, അത് വലിയ തെറ്റാണ്. ഹല്ലേലൂയ. പൊയ്ക്കൊള്ളുക. എന്തിനാണ് പോവേണ്ടത്? നമ്മളെ വിശുദ്ധീകരിക്കാൻ, ദൈവത്തിനു വേണ്ടി നമ്മളെ ഒരുക്കാൻ വേണ്ടി പോവുക. വിളവോ അധികം, വേലക്കാരെ ചുരുക്കം. കർത്താവ് പറയുന്നുണ്ട്, നമ്മളെ കൊണ്ട് ദൈവത്തിന് ആവശ്യം എന്താണ്? നമുക്ക് വേല ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പലരും, ഒരുപാട് ദൈവമക്കൾ ഈ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഈ നാളുകളിൽ ഞാൻ സാക്ഷ്യം കണ്ടതുകൊണ്ടാണ് പറയുന്നത്. പിന്നെയും ഞാൻ പറയുകയാണ്, അറിവില്ലായ്മ കൊണ്ടാണ് പല ദൈവമക്കളും സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കൊണ്ടും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കൊണ്ടുമാണ് എന്നൊക്കെ നമ്മൾ മാതാവിനെ എന്തോരം നിങ്ങൾ പുകഴ്ത്തിക്കോളൂ. പക്ഷേ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി എടുത്തവരോട് പ്രത്യേകം പറയുക, ഭാഗ്യം ചെയ്തവരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതായത് ദൈവം വിളിച്ചിരിക്കുന്നവരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, അമ്മ നമ്മളെ വിശുദ്ധീകരിച്ച് യേശുവിന് കൊടുക്കുക എന്ന ലക്ഷ്യം അമ്മയ്ക്കുമുണ്ട്, ദൈവത്തിനുമുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ? ആ ഗ്യാപ്പ് കയറി നമ്മൾ എന്ത് ചെയ്യും? അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി നമ്മൾ ചില അടയാളങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ, അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ അതിശയത്തോടെ കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ നമുക്ക്, ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കൃപകൾ കിട്ടി, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയല്ലോ എന്ന് പറയാറുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അതായത് നമുക്ക് അമ്മ ഇങ്ങനെ തരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, അമ്മേ എനിക്ക് ദൈവത്തെ മറിയേ, എനിക്ക് ഈ അനുഗ്രഹങ്ങളൊന്നും വേണ്ട എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും? ഈ ഒരു വാക്ക് നമ്മളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ
ഇത് പറയുന്നത് ഇത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് അല്ലേ? അപ്പോൾ ഓർക്കണം, ഓരോ ദൈവമക്കളുടെ അരികിലൂടെ അമ്മ പോകുമ്പോൾ ആ മക്കളെ വിശുദ്ധീകരിച്ച്, അവരെ പാപത്തിൽ നിന്നും വിശുദ്ധീകരിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാൻ, ആ കുടുംബത്തിലുള്ളവരെ, അതിന് ചുറ്റുമുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, നിത്യതയിലേക്ക് നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഉടമ്പടി എടുക്കാൻ പോകാൻ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കും ചേട്ടനും ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടി, എന്നാൽ പിന്നെ എനിക്കും കിട്ടട്ടെ ഒന്നൊന്നും പറഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കരുത്. നിങ്ങൾ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിയാത്തവരെ കുറിച്ച് എനിക്ക് പറയാൻ ഒന്നുമില്ല. കാരണം നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ദൈവത്തെ അറിയുന്നതെങ്കിൽ അവർക്കറിയില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അറിഞ്ഞിട്ടും നമ്മൾ പിന്നെയും നമ്മൾ അനുഗ്രഹങ്ങളുടെ പുറകെ ഓടുന്നവരോട് എനിക്ക് പറയുക, പരിശുദ്ധ അമ്മ കരം പിടിച്ച ഒരു വ്യക്തിയെ യേശുവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നമ്മൾ നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, അതായത് നമുക്കൊരു സാമ്പത്തിക തകർച്ച വരുമ്പോൾ, നമ്മളൊരു ആത്മഹത്യയുടെ വക്കിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ, ഇവിടെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒന്നുണ്ട്, സമാധാനവും സ്നേഹവും സന്തോഷവും ഉണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കും, എന്ത് സുഖം, അല്ലേ പറയും കുറച്ചൊക്കെ സുഖമുണ്ട് അല്ലേ. ഹാപ്പിയാണെന്ന് ചോദിക്കാൻ പറയും ഒരു ഹാപ്പിയല്ല അല്ലേ. പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വേദനകളും വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ, ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ എത്ര സഹനം വന്നാലും ഒരാൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ സമാധാനത്തിലാണോ, ഞാൻ വളരെയധികം സന്തോഷത്തോടും സമാധാനത്തിലുമാണ് ജീവിക്കുന്നതെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? അവിടെയാണ് നമ്മുടെ ദൈവസ്നേഹം ഒളിഞ്ഞു കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, കുരിശിൽ കിടക്കുന്ന കർത്താവിനെ നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെയും എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാളുകളിൽ ഞാൻ സാക്ഷ്യം കണ്ട സമയത്തോട് പറയുകയാണ്, കർത്താവിനെ പ്രഘോഷിക്കാനും യേശുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഉടമ്പടി എടുത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പരിശുദ്ധ ആ അൾത്താരയിൽ നിന്ന്, പരിശുദ്ധമായ ഏത് അൾത്താരയിലും, കൃപാസനം എന്നല്ല, ഏത് ധ്യാനകേന്ദ്രത്തിൻ്റെ അൾത്താരയിൽ കയറി നിന്നിട്ടാണെങ്കിലും ധൈര്യത്തോടെ ലോകത്തിന് മുമ്പിൽ യേശു ഏക രക്ഷകനെന്ന് പറയാൻ ധൈര്യമുള്ളവർ അവരെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നിങ്ങൾ ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളും ദൈവത്തിന് സാധിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോഴും നമ്മളൊരു വാക്ക് പറയുക, എൻ്റെ കർത്താവേ എനിക്കിതൊന്നും വേണ്ട, എനിക്ക് നിന്നെ മതി എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധമ്മയുണ്ട്, ഒരു ഈശോയുണ്ട്, ഒരു സ്വർഗം മുഴുവനും ഉണ്ട്. പക്ഷെ നമ്മളത് പറയത്തില്ല അല്ലേ, കാരണം നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അല്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടേ. നമ്മൾ ചോദിക്കേണ്ടത് യേശുവിനെയാണ്. എനിക്ക് സങ്കടം വരാറുണ്ട് പലപ്പോഴും, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്ന വലിയ രഹസ്യം. കാരണം നമ്മൾ 3 മാസം 90 ദിവസം അമ്മ വിശുദ്ധീകരിച്ച് എന്നെ എടുത്തിട്ട് ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറി. ദൈവം എല്ലായിടത്തും എല്ലായിടത്തും കളഞ്ഞപ്പോൾ വിശുദ്ധ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ഒരു ജാതിത്തോട്ടമുണ്ട്, ജാതിത്തോട്ടത്തിൽ പോയിരുന്നിട്ട് ഞാൻ കർത്താവിനോട് കരയും. കാരണം എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നുന്നു ആ പ്രദേശത്ത് ആരും അനുഭവിച്ചിട്ടില്ലാത്ത സഹനങ്ങളിലൂടെ ഞാനിങ്ങനെ കടന്നു പോവുക. അപ്പോൾ എൻ്റെ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എൻ്റെ ദൈവമേ, നീ ദൈവം ഉണ്ടെങ്കിൽ എനിക്കിതൊന്ന് വെളിപ്പെടുത്തി തരണം, ഞാൻ ഇനി എന്നാ ചെയ്യേണ്ടതെന്നുള്ളത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് വചനം തുറന്നപ്പോൾ എനിക്ക് തന്ന വചനം ഇതായിരുന്നു, ഞാൻ കർത്താവാണെന്ന് നീ അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ, ഞാൻ മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു വന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ ഒരു വചനം കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു.
അതേ അൾത്താരയിൽ കയറി നിന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, ദൈവം കർത്താവാണ്, അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവനാണ്, യേശു അല്ലാതെ മറ്റൊരു ലോക രക്ഷകനില്ല, മനുഷ്യനെ ആശ്രയിക്കരുത്, ദൈവത്തെ മാത്രം ആശ്രയിക്കുമ്പോൾ അവനാണ് ഏകരക്ഷകനെന്ന് ലോകത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞു. ഇതാണ് കർത്താവ് പറഞ്ഞ എൻ്റെ ദൗത്യം, സുവിശേഷത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുക. അപ്പം നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഓരോരുത്തരുടെ മേലൊരു പദ്ധതിയുണ്ട്. നമ്മളതറിയാതെ, ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും തിരക്കുള്ള ഒരു ധ്യാനകേന്ദ്രം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറെ ഇല്ല. അതുപോലെ തിരക്കുണ്ട് ഓരോ ധ്യാന കേന്ദ്രങ്ങളും. കൃപാസനം ആയിക്കോട്ടെ, ഡിവൈൻ ആയിക്കോട്ടെ, ഒക്കെ അതെ. നമ്മൾ ആൾത്താരിൽ കയറിയുന്ന വളരെ സന്തോഷത്തോടും ലാഘവത്തോടും കൂടി എനിക്കത് കിട്ടി, എനിക്കിത് കിട്ടി, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ആ ഉപ്പ് വിതറി, ഞാൻ തൈലം പൂശി, കുരിശ് വരച്ച്, എനിക്ക് അങ്ങനെ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊന്ന് ഓർത്തോളണേ, നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല. നമ്മൾ അവിടെ ചെന്നിരുന്ന് പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടിയതിന് ധൈര്യത്തോടെ പ്രഘോഷിക്കാൻ നിങ്ങൾക്ക് ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, പിന്നെ നിങ്ങളൊന്നും ചോദിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊരു സാമ്പത്തിക കടബാധകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ നിങ്ങൾക്കത് ദൈവം അവിടെ പ്രവർത്തിക്കും, ആ കടബാധ ദൈവം തീർത്തു തരും, നിങ്ങളെ കൊണ്ടുപോകും. അവിടെ നിങ്ങൾ ദൈവത്തെ നിങ്ങൾക്ക് കിട്ടിയില്ല, ദൈവത്തെ അന്വേഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ചകൾ വരും. എന്നാൽ ആ വന്നിരിക്കുന്ന സാമ്പത്തിക തകർച്ചകളെ ദൈവം അവിടെ നിങ്ങൾക്ക് മൂടി അതിനെ വളരെയധികം സമാധാനത്തിൽ നിങ്ങളെ കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നീട് അത് വരാത്തക്ക വിധത്തിൽ ദൈവം അതിനാക്കി തന്നെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് നീട്ടിയിരിക്കുന്ന കരത്തിൽ പിടിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ 90 ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താണ്? കർത്താവിനെ കിട്ടാൻ പ്രാർത്ഥിക്കുക. ആ 90 ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളും ദൈവസ്നേഹവും. അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എന്താ? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ, ആത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടാൻ പ്രാർത്ഥിക്കൂ, ദൈവസ്നേഹത്തിൽ ജ്വലിക്കാൻ പ്രാർത്ഥിക്കൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് ലൈഫ് അടിപൊളിയാണ്. ഞാൻ എൻ്റെ ജീവിതമാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു തമാശ രൂപേണ ഒരു സുവിശേഷം പറയാറില്ല. നിങ്ങൾ എൻ്റെ ടോക്കുകളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലെല്ലാം തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ രക്ഷകനാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു മതപരമായിട്ടോ ജാതിപരമായിട്ടോ ഒന്നും ഒരു മനുഷ്യനെ താഴ്ത്തി കെട്ടാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മറിച്ച് ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തീവ്രമായിട്ട് ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ കിട്ടി എന്ന ഒരു വലിയൊരു അഹങ്കാരവും അധികാരത്തോടും കൂടിയിട്ടാണ് പറയുന്നത്. കാരണം നിങ്ങളെപ്പോലുള്ള ഒരുപാട് ദൈവമക്കൾക്ക് ഇത് കിട്ടണം. രക്ഷ എന്ന് പറയുന്നത് ഒരാളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നതല്ല, എനിക്ക് മാത്രമുള്ളതാ എന്നല്ല, എല്ലാവരിലേക്കും നമുക്ക് ദൈവസ്നേഹം കിട്ടണം. ഞാൻ സങ്കടപ്പെടാറുണ്ട്. ഒത്തിരി പേര് സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുക, ഒരുപാട് നാളുകളിലൊക്കെ ഒത്തിരി ഇതുപോലെ സംഭവങ്ങളുണ്ടായി, ഒത്തിരി പേര്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത്. വലിയ അപകടമാണ് നമ്മൾ ഈ അനുഗ്രഹങ്ങളുടെ പുറകെ ഓടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളൊക്കെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ദൈവം വിളിച്ചവരാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നതിനൊരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവസ്നേഹത്തിൽ ജ്വലിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ ദൈവസ്നേഹം എവിടെയാണോ ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് ലഭിച്ചതെന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാതെ അവരുടെ ജീവിതത്തിൽ അവർ കിട്ടിയ അനുഗ്രഹങ്ങളെ പ്രഘോഷിക്കുമ്പോൾ ഇതുപോലെ എനിക്കും അനുഗ്രഹങ്ങൾ കിട്ടണം, ഞാൻ യേശുവിനെ ഇത് പ്രഘോഷിക്കും. അനുഗ്രഹങ്ങളെ നിങ്ങൾ എത്ര പ്രഘോഷിച്ചാലും കർത്താവിനെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്കെന്നല്ല ഒരു മനുഷ്യനും സാധിക്കില്ല. സ്വർഗത്തെ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിന് വേണ്ടി, നമ്മൾ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ഇത്രയധികം ഭാഗ്യമുള്ള ജനത ഈ ലോകത്ത് തന്നെ ഇല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി യേശുവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഭക്തിയും അത് നിങ്ങൾ കാണിക്കേണ്ടത്, അമ്മേ എനിക്ക് നിൻ്റെ പുത്രനെ തരിക എന്നുള്ളതാണ് കേട്ടോ. അവിടെയാണ് നിങ്ങളുടെ സമാധാനം ഇരിക്കുന്നത്, ആ കുരിശിലാണ് നിങ്ങളുടെ സ്നേഹം ഇരിക്കുന്നത്. നിങ്ങൾ ഏത് സഹനത്തിലാണോ നിൽക്കുന്നത്, ആ സഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ലോകത്തിൻ്റെ സുഖമോഹങ്ങൾ വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് ദൈവസ്നേഹം മതി, എനിക്ക് യേശുവിനെ മതി. ധൈര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അമ്മ നിങ്ങൾ ചോദിക്കാതെ തന്നെ എല്ലാം തരും. ഹല്ലേലൂയ.
അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആത്മീയ ജീവിതത്തെ കാണണം. തമാശ കളിക്കാതെ അത് വളരെ സീരിയസ് ആയിട്ട് ആത്മീയ ജീവിതത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്കറിയാം അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും അതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഞാനതൊരിക്കലും പറയില്ലാത്ത ഒരാളാണ്. കാരണം അത് അനുഭവിച്ച് അതിൻ്റെ സീരിയസ്നെസ് എന്നാന്ന് പരിശുദ്ധാമ്മ മനസ്സിലാക്കി തന്നതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്, ഇത്ര ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോണേ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് സമാധാനവും സന്തോഷമാണ്. നമുക്ക് ജീവിക്കണം അല്ലേ, നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കണം അല്ലേ. നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബം, ഇതൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലേ വേണ്ടത്. പ്രശ്നങ്ങൾക്ക് നടുവിൽ കിടന്ന് ഞെരുങ്ങുമ്പോഴൊക്കെ നമുക്ക് അവിടെയൊക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. അപ്പോൾ അത് ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. നമ്മൾ എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും പിന്നെയും നമുക്ക് സഹനം വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്കതല്ല വേണ്ടേ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒന്നും നമുക്ക് സഹനം കിട്ടത്തില്ല. യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കർത്താവിൻ്റെ കരുത്തൻ കീഴിൽ സുരക്ഷിതനാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു ജീവിതാനുഭവം ഞാൻ പറയുന്നത്, സഹനങ്ങൾ നമ്മുടെ ലൈഫിൽ ദൈവം അനുവദിക്കുന്ന പ്രലോഭനങ്ങളല്ലാതെ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക തകർച്ചകളോ മറ്റു രോഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം സാധാരണ ഒരു കുടുംബജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം ദൈവം അത് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും നമ്മൾ സങ്കടപ്പെടുന്നത്, നമ്മൾ കരയുന്നത്, ദൈവത്തിൻ്റെ മക്കൾ വേദനിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം അത് വളരെ സന്തോഷത്തോടു കൂടി പ്രഘോഷിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് പറയാനായിട്ട്. കാരണം ഓരോ ആളുകളും രക്ഷപ്പെടണം എന്നുള്ളതാണ് ജീവിതത്തിൽ. നമ്മളൊന്ന് കരയ്ക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ നമ്മൾ എത്തുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്ന് പ്രാർത്ഥനയിലും വളരെയധികം സജീവമായിട്ട് യേശുവിനോട് ചേർന്നിരുന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് യേശുവിനെ പ്രഘോഷിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ദൈവസ്നേഹം നിങ്ങൾ ജ്വലിക്കട്ടെ.